അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വ ലബ്ധിയോടുകൂടെ മക്കയിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ വല്ലാതെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും വലിയ ആശ്വാസമായി നബിതങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന മക്കയിലെ രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളാണ് പിതൃവ്യനായ അബൂ താലിബും പ്രാണസഖിയായ ഖദീജ ബീവിയും. ഈ രണ്ടുപേരുടെയും മരണം ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നപ്പോൾ പരിഹരിക്കാനാവാത്ത രണ്ട് നെടുന്തൂണുകളുടെ നഷ്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കുകയും അതേസമയം ഇത്രയും കാലം നബിതങ്ങൾക്കെതിരെയുള്ള ഉപദ്രവം പാവപ്പെട്ട സഹാബികളെ വേദനിപ്പിച്ചുകൊണ്ട് നബിതങ്ങളുടെ മനസ്സിന് ആഘാതമേൽപ്പിക്കുന്ന ശൈലി സ്വീകരിച്ചിരുന്ന ശത്രുക്കൾ ഡയറക്റ്റായി തന്നെ നബിതങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നൊരു ഘട്ടം. തായിഫിലേക്ക് ചെന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് സഹായം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം ലഭിക്കാതെ അവിടെ നിന്നും വിഷമത്തോടെ തിരിച്ചു വന്നപ്പോൾ അബൂ താലിബില്ലെങ്കിലും ഖദീജ ബീബി നഷ്ടപ്പെട്ടാലും നബിതങ്ങൾ വേദനിക്കേണ്ടതില്ല. തങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും മറ്റാർക്കും നൽകാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി തങ്ങളെ ആദരിക്കാനും അള്ളാഹു തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലക്കായിരുന്നു വാസ്തവത്തിൽ ഇസ്രാഉം മിഅ്റാജും എന്ന രണ്ട് അമാനുഷിക സംഭവങ്ങൾ അല്ലാഹു തആല നൽകിയത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ വരെയുള്ള ഭൂമിയിലെ സഞ്ചാരമാണ് ഇസ്രാ. അത് രാത്രിയുമായി ബന്ധപ്പെടുത്തി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ആകാശങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് രാത്രി ബാധകമല്ലാത്തതിനാൽ മിഅ്റാജിനെ കുറിച്ചുള്ള ചർച്ച ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടല്ലാതെ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഈ രണ്ടു യാത്രയും നടത്തിയതിനെക്കുറിച്ച് രണ്ടു ഭാഗത്തായി ഖുർആൻ പറയുന്നതിൽ നുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാനായിരുന്നു ഇസ്രാ എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ സൂക്തത്തിലും, അതേപോലെ ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിഅ്റാജിന്റെ സമയത്ത് കണ്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നജ്മിലും വിശദീകരിച്ച ആ രണ്ടു യാത്രയും സംഭവബഹുലമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ ബുറാഖ് എന്ന അത്ഭുതകരമായ വാഹനം, ആ വാഹനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒട്ടനവധി അത്ഭുതങ്ങൾ നബിതങ്ങൾ കാണുകയുണ്ടായി. കൃഷി ചെയ്യുകയും ഉടനെ തന്നെ വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന സൌഭാഗ്യമുള്ള കർഷകരെ കണ്ടപ്പോൾ അള്ളാഹുന്റെ മാർഗത്തിലെ ധർമ്മ പോരാളികൾക്കുള്ള പ്രതിഫലമാണിതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തതും, തല വെട്ടിപ്പൊളിക്കപ്പെടുന്ന ഹതഭാഗ്യരായ ചിലരെ കണ്ടപ്പോൾ ഫർള് നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന മടിയന്മാരായിട്ടുള്ളവർക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണെന്ന് ഉണർത്തിയതും, അതേപോലെ മൃഗങ്ങൾ മേയുന്നത് പോലെ അലഞ്ഞു നടക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ സക്കാത്ത് കൊടുക്കാത്ത കള്ളന്മാരാണ് അവരെന്ന് ഉണർത്തിയതും, വൃത്തികെട്ട മലീമസമായിട്ടുള്ള മാംസം തിന്നുകയും നല്ല ഫ്രഷായിട്ടുള്ള ഇറച്ചി തൊട്ടുഭാഗത്ത് വെക്കുകയും ചെയ്തിട്ടുള്ള ചിലരെ കണ്ടപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചന കാണിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണിതെന്ന് ഉണർത്തിയതും, ഒരുപാട് വിറക് ശേഖരിച്ചു വച്ചിട്ടുള്ള മനുഷ്യൻ പിന്നെയും വിറകിന്റെ കഷ്ണങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. അവരെ കണ്ടപ്പോൾ ഇപ്പോഴുള്ളത് തന്നെ അവന് ചുമടെടുക്കാൻ സാധിക്കാത്ത വിധം ശക്തമായിട്ടും അയാൾ പിന്നെയും ശേഖരിക്കുന്നത് കണ്ടപ്പോൾ ആ സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തന്നെ കൃത്യമായി അതിന്റെ കടമ നിർവഹിക്കാൻ സാധിക്കാത്തവൻ വീണ്ടും ഏറ്റെടുക്കുന്നതിന്റെ അപകടം സൂചിപ്പിച്ചതാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വിവരം നൽകിയതും, ചുണ്ടും അതേപോലെ നാവുമൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റപ്പെടുകയും ഉടനെ തന്നെ അത് വീണ്ടും ശരിയായി പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന വേദന കൊണ്ട് പുളയുന്ന ഹതഭാഗ്യരെ കണ്ടപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുടെ അവസ്ഥയാണിതെന്ന് ഉണർത്തിക്കൊടുത്തതും, ഒരു വലിയ ചെറിയ പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു കാള വീണ്ടും ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് തന്നെ പോകാൻ നോക്കുന്നതും അദ്ദേഹം അത് പരാജയപ്പെടുന്നതും കണ്ടപ്പോൾ ഇത് ഒരാൾ പറയുന്ന വാക്കുകൾ ഗൌരവതരമായ വാചകങ്ങൾ പറയുകയും
പിന്നീട് ഖേദം തോന്നി തിരിച്ചെടുക്കാൻ സാധിക്കാതെ അയാൾക്കുണ്ടാവുന്ന മനപ്രയാസത്തിന്റെ പ്രതീകമാണെന്ന് ഉണർത്തിയതും വീടുകൾ കണക്കെയുള്ള വലിയ വയറുകളുള്ള ചില ആളുകളെ കണ്ടപ്പോൾ പലിശ ഭക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണെന്ന് ഉണർത്തിയതും ഒക്കെയാണ് ഇസ്രാഇന്റെ യാത്രയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ. അങ്ങനെ അത്ഭുതങ്ങൾ പലതും കണ്ടു. യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം എന്നിവർ വഴിയോരത്ത് നബിതങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മദീനയിലും അതേപോലെ തൂനിസിനയിലും അതുപോലെ തന്നെ ബൈത്തുൽ അഹമിലുമൊക്കെ നബിതങ്ങളെ കൊണ്ട് ഇറക്കി നിസ്കരിപ്പിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുമ്പോൾ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നബിമാരെല്ലാം അവിടെ റെഡിയായിട്ട് മസ്ജിദുൽ അഖ്സയിലുണ്ട്. ഇന്തത്തിഫാഖി നബിയിനാ ബിൽ അംബിയ വകിറാമി റസൂലില്ലാഹി ലമ്മാ ഉസ്രിയ ഹന്നഹു തബ്ശീറൻ ബിജാഹിൻ ഊതിയ കുല്ലു യുറഹിബു ലാഹികം വബസീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് സല്ലല്ലാഹു ബൈത്തിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ എല്ലാ നബിമാരും അവിടെ റെഡിയാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീഡർഷിപ്പ് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഇമാമായി നബിതങ്ങൾ നിസ്കരിക്കുകയും അവിടെ കൊണ്ടുവരപ്പെട്ട 2 പാത്രത്തിൽ നിന്ന് ഒരു പാത്രം നബിതങ്ങൾ സെലക്ട് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അത് പാലായിരുന്നുവെന്നും നബിതങ്ങൾ നല്ല പ്രകീർണം തെരഞ്ഞെടുത്തുവെന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിതങ്ങളെ പുകഴ്ത്തി പറഞ്ഞതുമൊക്കെ കഴിഞ്ഞ് ആ യാത്രക്ക് സമാപനം കുറിച്ചുകൊണ്ട് മിഅ്റാജിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ആ മിഅ്റാജിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളും കടന്ന് വാനലോകത്ത് വാസസ്ഥലമായ മാലാകമാരുടെ നേതാവായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പ്രവേശനാനുമതി ലഭ്യമല്ലാത്ത സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര അടക്കം ഉൾക്കൊള്ളുന്ന മിഅ്റാജിന്റെ യാത്ര. ആ യാത്രയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ് ജാ ഇലാ കുല്ലി സമാഇ തസഫഫ റസൂലുൻ വഅംലാകുൻ വറാഅൽ മുസ്തഫ ഫീഹിം ബിമാമൻ ഖദ്ദമൂഹു മുശറഫ صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ഓരോ ആകാശങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുമ്പോൾ അവിടെയൊക്കെ നബിതങ്ങളെ സ്വാഗതം ചെയ്യാൻ അമ്പിയാക്കളുടെ നേതൃത്വത്തിൽ മലക്കുകളുടെ സജീവമായ സാന്നിധ്യത്തിൽ വലിയ ഒരുക്കങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയും എല്ലാ ആകാശങ്ങളിലും റസൂലുള്ള വരുമ്പോൾ അമ്പിയാക്കളും അതേപോലെ തന്നെ മലക്കുകളും അവിടെ അണിയായി നിന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് സ്വാഗതം പറയുന്ന സാഹചര്യവും ഉണ്ടാക്കുകയുണ്ടായി. 1-ാം ആകാശത്ത് ആദം നബി അലൈഹി ഇസ്ലാം, 2-ാം ആകാശത്ത് യഹ്യാ നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാമും, 3-ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം, 4-ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം, 5-ാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം, 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം, 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നിങ്ങനെ റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംഭവം അല്ലാഹു തആല അദ്വിതത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ ആ യാത്രയ്ക്കിടയിൽ 1-ാം ആകാശത്ത് ആദം നബി അലൈഹി ഇസ്ലാമിനെ കാണുമ്പോൾ ഫറആ അലാ അജബിൻ നബാഹു ഇദാ നളർ യുംനാഹു യദ്ഹഖു വശിമാല ഇദാ ബസർ യബ്കി വയഹ്യാ വൽ മസീഹ വമൻ ഹദർ വറഅൽ ഖലീല വയൂസുഫ വകലീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാവവ്യത്യാസങ്ങൾ 1-ാം ആകാശത്ത് റസൂലുള്ളാഹി കണ്ടു. അതായത് ഇദാ നളറ യുംനാഹു യദ്ഹഖു വശിമാല ഇദാ ബസർ യബ്കി, വലത്തോട്ട് നോക്കുമ്പോൾ ചിരിക്കുകയും ഇടത്തോട്ട് നോക്കുമ്പോൾ കരയുകയും ചെയ്യുന്നു. അത് തന്റെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാനുള്ള അവരുടെ ആത്മാക്കളെയാണ് വലഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഒരു പിതാവിന്റെ വാത്സല്യം കൊണ്ട് ചിരിക്കുകയും ഇടഭാഗത്ത് നരകത്തിൽ പോകാനുള്ള ഭാഗ്യം കെട്ട മക്കളെ കാണുമ്പോൾ ഒരു പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിഷമത്തോടെ ആദം നബി അലൈഹി ഇസ്ലാം കരയുകയും ചെയ്യുന്നു. അങ്ങനെ 7 ആകാശങ്ങളിലും നബിമാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഒട്ടനവധി അത്ഭുതങ്ങൾ ആ യാത്രയിലും കാണുന്നു. വറആ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദില്ലാഹൂതി കമ്മിൻ ലദുന്നിയിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അദൃശ്യലോകത്തെ അത്ഭുതങ്ങളും അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി രഹസ്യങ്ങളും അതുപോലെ പരമാധികാരവുമായി ബന്ധപ്പെട്ട പടച്ചതമ്പുരാന്റെ പ്രത്യേക കുദറത്തിന്റെ തെളിവുകളും എല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുബൻ വവദ്ദഅ വഹതഫ്
ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹറുന്നൂർ എന്ന പ്രകാശ സമുദ്രത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ദഅനി, തങ്ങൾ എന്നെ വിട്ടേക്കണം, തഖദ്ദം, എന്നിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രകൃതത്തിന് സ്വീകാര്യമല്ലാത്തിടത്തും യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ പ്രകൃതമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളതെന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം.